മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിച്ച് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറോട് ചെറുതായിട്ട് ചോദിക്കും ആരൊക്കെയാ മറ്റുള്ളവർ. അത് തിലകൻ ചേട്ടൻ എനിക്ക് ഡേറ്റ് ചെയ്യാം. ഞാൻ കാസിനോ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും മ്യൂസിക് ഡയറക്ടർ വാസ് 32 or 35 years old എന്ന്. ഈ പറഞ്ഞിട്ടുള്ള ചില നടന്മാർ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള പേരിൽ പെട്ട ഒരാളാണ്. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കാണിക്കും. അപ്പോൾ അന്നേരം ചോദിക്കും, ആളി ചോദിക്കും അതെന്താ, ഒന്നുമില്ല പ്രശ്ന ഇത്രേ പറയും, എൻ്റെ പേര് വിട്ടു. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ലോബിയിൽ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും. ആദ്യ കണ്ടെത്തൽ കോമ്പറ്റീഷൻ കമ്മീഷൻ്റേത്. ഡാൻസർ ഗോഡസ്, സ്വീറ്റി ഹൈറേഞ്ച്, കമ്പോസർ, ബാക്കിയുള്ള പേരുകളൊന്നും ഞാനിവിടെ പറയാനായിട്ട് നിൽക്കണില്ല. ഈ പേരുകൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നതല്ലേ. പക്ഷേ എത്ര പേര് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് എന്നെ ചോദ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് എന്ന് തുടങ്ങുന്ന മലയാള സിനിമയിൽ നടക്കുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടേക്കുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണ്, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനുമായി. എന്നാൽ നക്ഷത്രങ്ങൾ മിന്നിമറയുകയോ ചന്ദ്രനെ മനോഹരമായി കാണുകയോ ചെയ്യുന്നില്ലെന്ന് ശാസ്ത്രീയ അന്വേഷണത്തിൽ കണ്ടെത്തി. അതുകൊണ്ട് പഠനം മുന്നറിയിപ്പ് നൽകുന്നു, കണ്ടതിൽ വിശ്വസിക്കരുത്, ഉപ്പ് പോലും പഞ്ചസാര പോലെയാണ്. മലയാള സിനിമയിൽ നടക്കുന്ന, നമ്മളൊക്കെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പല താരങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫസ്റ്റ് പേജിനകത്ത് എഴുതിയിരിക്കുന്ന, ആദ്യ പേജിനകത്ത് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ഞാൻ ഈ വായിച്ചത്. 233 പേജുകൾ അടങ്ങുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്: കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആർ ടു ടേംസ് വിച്ച് ആർ വെരി ഫെമിലിയർ എമംഗ് വുമൺ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി ആൻഡ് they are asked to make herself available for sex on demand. 95% ഇങ്ങനെ തന്നെയാണ്. അത് പെൺകുട്ടികളായാലും പ്രായമുള്ളവരായാലും ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവുന്നത് കൊണ്ടാണ് ഇനി ഞാൻ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞാലും വളർന്നു വരുന്ന കലാകാരികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തുറന്നു പറയുന്നത്. ഞാൻ ഇപ്പം ഒരുപാട് പ്രായമുള്ള ആളായിട്ടല്ല, എൻ്റെ ഒരു വേദനയാണ് ഞാൻ ഇവിടെ പറയുന്നത്. സെക്സ് ഓൺ ഡിമാൻഡ്, കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന രണ്ട് ടേമുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ഒരാൾ തീരുമാനിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെന്റും ചെയ്ത് സെക്സ് ഓൺ ഡിമാൻഡ്, ഒരാൾ ഡിമാൻഡ് ചെയ്യുന്നു നീ എൻ്റെ കൂടെ കിടക്കണം എന്ന് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മലയാള സിനിമയിൽ നിലനിൽക്കാനായിട്ട് സാധിക്കൂ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരാൾ അയച്ചെന്നേക്കുന്ന ഒരു കാര്യമാണ്, ഡീകോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അയച്ചെന്നേക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പേരുകൾ എന്ന് പറയുന്നത്. ഡാൻസർ ഗോഡസ്, സ്വീറ്റി ഹൈറേഞ്ച്, കമ്പോസർ, ബാക്കിയുള്ള പേരുകളൊന്നും ഞാനിവിടെ പറയാനായിട്ട് നിൽക്കണില്ല. ഈ പേരുകൾ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Court names given to female artists who are found to have willingly made adjustment with co-artistകളുമായിട്ട് അല്ലെങ്കിൽ ഡയറക്ടറുമായിട്ടോ ആരോ ആയിക്കോട്ടെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിട്ടുള്ള ആൾക്കാരുടെ കോഡ് നെയിമുകളാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് യഥാർത്ഥ പേരിന് പകരം ഇവർ ഈ കോഡ് നെയിമുകൾ ഇട്ടുകൊണ്ടാണ് ഈ സ്ത്രീകളെല്ലാം വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സെക്ഷൽ ഹറാസ്മെന്റുകളുടെ പോയിന്റുകളെ കുറിച്ച് പറയുന്ന സമയത്ത് 7ാമത്തെ പോയിന്റ് ആണ് ശരിക്കും ഏറ്റവും വലിയ ത്രെട്ടായിട്ട് മാറുന്നത് എന്നുള്ളൊരു കാര്യം വേണം മനസ്സിലാക്കാനായിട്ട്. സൈലൻസിംഗ് ഓഫ് വുമൺ അണ്ടർ ത്രെട്ട് ഓഫ് ബാൻ ഫ്രം വർക്ക് ഇൻ സിനിമ. മലയാള സിനിമയിൽ നിലവിൽ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് പറയപ്പെടുന്നത്. അതല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നോ ലോബി എന്നൊക്കെ പല പേരുകൾ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും കൂടി വളർത്തി വിട്ടേക്കുന്ന നമ്മളുടെ സ്വന്തം മലയാളി നടന്മാരെ കുറിച്ച് പറയുന്ന പുതിയ പേരാണ്, പുതിയ ഫ്രീക്ക് പേരാണ് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പവർ ഗ്രൂപ്പിനകത്ത് നാഷണൽ ന്യൂസുകളിലൊക്കെ കാണിച്ചു തരുന്നത് ഒരു നടന്റെ പേര് മാത്രമാണെന്നുണ്ടെങ്കിൽ നിലവിൽ 15 പേര് ഇതിനകത്ത് അടങ്ങുന്നുണ്ട്. ഈ പവർ ഗ്രൂപ്പിനകത്ത് വരുന്ന ആൾക്കാർക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ സൈലൻസിംഗ് ഓഫ് വുമൺ അണ്ടർ ത്രെട്ട് ഓഫ് ബാൻ ഫ്രം വർക്ക് ഇൻ സിനിമ, സിനിമയിൽ ചാൻസ് കൊടുക്കാത്ത വണ്ണം അവരെ സിനിമയിൽ നിന്നും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതി. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു നടി, ഫോട്ടോ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഒരു കാലഘട്ടത്തിൽ നടിയും ഗായികയുമായിട്ടൊക്കെ വളരെയധികം തിളങ്ങിയായിരുന്നു. മലയാള സിനിമയിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ നല്ല രീതിക്ക് തിളങ്ങിയായിരുന്ന ഒരു നടി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടായിരുന്ന ഒരു കേസ് ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു കേസിനകത്ത് ആരോപിതനായിരുന്ന വ്യക്തിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നടി പ്രതികരിക്കേണ്ടായിരുന്നു. ഈ നടി പ്രതികരിച്ചതിന് ശേഷം പിന്നീട് അവർക്കുണ്ടായിരുന്ന സിനിമകളുടെ ഒരു എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018, 2019 അവർക്ക് ഒറ്റ സിനിമ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് അവരെത്തിച്ചു. 2020, 2021, 2022 കാലഘട്ടം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 സിനിമകൾ മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 2023, 2024 കാലഘട്ടത്തിലോട്ട് എത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും ഒറ്റ സിനിമകൾ ലഭിക്കാത്തൊരു അവസ്ഥയിലോട്ട് ഇവരുടെ സിനിമാ കരിയറിനെ കൊണ്ടുവന്ന് എത്തിച്ചു. അതായത് ഈ സിനിമകളെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം എന്താ നോക്കിയാണെന്നുണ്ടെങ്കിൽ പണ്ട് തിലകചേട്ടൻ പറഞ്ഞിരുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഈ പറഞ്ഞിട്ടുള്ള ചില നടന്മാർ നമ്മൾ പറഞ്ഞിട്ടുള്ള പേരിൽ പെട്ട ഒരാളാണ്. ഇങ്ങനെ ഇരിക്കും, അധികം സംസാരിക്കും. മറ്റേ വേഷം ആരാ, തന്ത വേഷം തിലകൻ ചേട്ടൻ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അന്നേരം ചോദിക്കും, ആളി അതെന്താ, ഒന്നുമില്ല പ്രശ്ന
ഇത്രേ പറയും, എൻ്റെ പേര് വെട്ടും. ഇങ്ങനെ ചില നിശബ്ദതയിലൂടെ അഭിനയിക്കുന്നവരുണ്ട്. പക്ഷെ അവർ സ്ക്രീനിൽ അഭിനയിക്കുമ്പോൾ ആ നിശബ്ദത കാണിക്കത്തില്ല, അവർ ഡയലോഗിൻ്റെ കളിയായിരിക്കും. നിശബ്ദതയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. ഒരാളുടെ ജോലി ചെയ്യുന്ന സ്വാതന്ത്ര്യം, ഒരാളുടെ തൊഴിൽ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഇപ്പോൾ നിലവിൽ മലയാള സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്നുള്ളൊരു കാര്യം തന്നെയാണ് തിലകൻ ചേട്ടൻ പണ്ട് പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് കാണിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിലും ഇപ്പം വന്നേക്കുന്ന ഈ ഒരു നടിയുടെ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ഒരു നായകനെതിരെ ഒരു നടി ഏതെങ്കിലും കാരണവശാൽ പ്രതികരിച്ചാൽ അവരുടെ നയത്തിനെതിരെ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു നടിക്ക് ചാൻസ് കിട്ടാത്ത വണ്ണം അവരെ എന്നേക്കുമായിട്ട് സൈലൻസ് ചെയ്യുന്ന, അവരെ ഇല്ലാതാക്കുന്ന തരത്തിൽ, അവരെ കരിയർ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ളൊരു രീതിയാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ 15 പേരടങ്ങുന്ന ഈ പവർ ഗ്യാങ് എന്ന് പറയുന്ന ഇവരെ കുറിച്ച് കൃത്യമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, ഈ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 2017 ഫെബ്രുവരി 17-ാം തീയതി നടന്നേക്കുന്ന നടി ആക്രമിക്കപ്പെട്ടേക്കുന്ന കേസിനെ കുറിച്ച് നമ്മളെല്ലാവരും ന്യൂസുകളിൽ കണ്ടെന്നൊരു കാര്യം തന്നെയായിരുന്നു. അതിനെ ചൊല്ലി മലയാളത്തിലൊരു പ്രമുഖ നടൻ ആരാണെന്നുള്ളൊരു കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇന്ന് സിനിമേനേക്കാളും കൂടുതൽ ആളുടെ പേര് ഇത്തരത്തിൽ ഫേമസ് ആയി കഴിഞ്ഞെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. നടി ആക്രമിക്കപ്പെട്ട കേസുമായിട്ട് വലിയ രീതിക്കുള്ളൊരു കോലാഹലം, അതായത് മലയാള സിനിമയിൽ വലിയ രീതിക്കുള്ളൊരു പ്രശ്നങ്ങളാണ് സ്ത്രീകൾക്കെതിരെ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കേരള സർക്കാരിന് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന സിനിമാ സംഘടന, അല്ലെങ്കിൽ സ്ത്രീകളുടെ സിനിമാ സംഘടന, അല്ലെങ്കിൽ സിനിമാ സംസ്ഥാന സർക്കാരിന് ഒരു പെറ്റീഷൻ സമർപ്പിക്കുകയുണ്ടായി. ആ പെറ്റീഷനകത്ത് പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നു: സിനിമയിൽ നടക്കുന്ന, മലയാള സിനിമയിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിരുന്ന ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിൽ 2017 ജൂലൈ മാസത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ഹേമയുടെ നേതൃത്വത്തിൽ വരുന്ന 3-അംഗ സംഘമായിട്ട് വരുന്ന ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിന് തുടക്കമായിട്ട് വന്നത്, മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർ വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മലയാള സിനിമയിലുള്ള ഓരോ സ്ത്രീകളോടും, മലയാള സിനിമയിൽ 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളോടാണ് അവർ കൂടുതലായിട്ട് ചോദിച്ചത് മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച്. നമ്മൾ പറയും മലയാള സിനിമയിലുള്ള നടികൾക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നം എന്ന് പറയും, പക്ഷെ നടികൾക്ക് മാത്രമാണ്. ഈ അസോസിയേറ്റ് ആവശ്യപ്പെട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഒരു ശരീരം വേണം എന്നുള്ളതിലായിരുന്നു. ഇങ്ങനെയുള്ള കുറെ നടിമാർക്ക്, സിനിമയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സ്ത്രീകൾക്കും ഒരുപാട് തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെന്റ്സ്, അതങ്ങനെ തന്നെ പറയാം, ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളും മാനസികമായിട്ടുള്ള അതിക്രമങ്ങളും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2017 തയ്യാറാക്കി 2019 സബ്മിറ്റ് ചെയ്തിരുന്ന കേരള സർക്കാരിന്, പിണറായി സർക്കാരിന് സബ്മിറ്റ് ചെയ്തിരുന്ന റിപ്പോർട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. കൃത്യം 4.5 വർഷങ്ങൾക്ക് ശേഷം 2024 ഓഗസ്റ്റ് 19-ാം തീയതി കേരള ഹൈക്കോടതിയിൽ വന്നിരുന്ന പൊതു താല്പര്യ ഹർജി പ്രകാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വിടുകയുണ്ടായി. 295 പേജുകളുള്ള ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ 233 പേജുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കാണാൻ സാധിക്കും. ഇതിനകത്ത് കുറെ ആൾക്കാരുടെ പേരുകൾ ഉള്ളത് കൊണ്ടും അവരുടെ പേരുകളൊന്നും ഡിസ്ക്ലോസ് ചെയ്യേണ്ട എന്നുള്ളൊരു കോടതി നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ 233 പേജുകളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കാണാനായിട്ട് സാധിക്കും. ഗൗരി പറഞ്ഞു, അതായത് എല്ലാ മേഖലയിലും ഇപ്പോൾ ഇവിടെ ഗായികൾക്ക് പോലും അത്ര അനുഭവങ്ങൾ നേരിടേണ്ട അവസ്ഥ മലയാള സിനിമയിൽ നേരിടുന്നു. ഉറപ്പായിട്ടും ഞാൻ കാസിനോ എന്നുള്ള മൂവിയിൽ ഫസ്റ്റ് വരുമ്പോഴേക്കും ഈ 13 വയസ്സിൽ ചെയ്ത പാട്ട് വഴിയാണല്ലോ ഞാൻ വരുന്നത്. അപ്പം ഈ ഒരു മൂവി ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് എക്സ്പോഷർ വരുന്നത് 15 വയസ്സിലാണ്. 15 വയസ്സിൽ വരുന്ന എനിക്ക് എൻ്റെ അടുത്ത് ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ വാസ് 32 or 35 years old ആണ്. സോ ബേസിക്കലി മറ്റേ പീഡോഫീലിയാണ് അവിടെ നടക്കുന്നത്. നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ടല്ലേ, ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓരോ നടന്റെ ഫാനാണ്. ആ നടന്റെ ഫാൻ ആയിക്കൊണ്ട് നമ്മൾ സിനിമ കാണാനായിട്ട് പോകാറുണ്ട്. 100, 150 ഇന്ന് 1000ങ്ങളുടെ ടിക്കറ്റുകൾ എടുത്തുകൊണ്ട് നമ്മൾ സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമ്മളൊക്കെ വളർത്തി വിട്ടേക്കുന്ന, നമ്മളൊക്കെ സിനിമകൾ കണ്ടേക്കുന്ന, നമ്മൾ വളർത്തി വിട്ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നില്ല, കാരണം അവരെ കഴിവുകൊണ്ട് തന്നെയാണ് അവർ വളർന്നേക്കുന്നത്. പക്ഷേ നമ്മളോട് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റ് അപ്പുറത്തോട്ട് സിനിമയിൽ തന്നെ ആ ഫ്രറ്റേണിറ്റി തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് അംഗങ്ങളോട് ഇവരൊക്കെ പ്രവർത്തിക്കുന്ന രീതി ശരിയാണോ എന്നുള്ളൊരു കാര്യം ഒന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം ഇത് സ്ത്രീകൾക്ക് മാത്രം എതിരെയുള്ള അവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണോ? അല്ല. മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഏറ്റവും നല്ല നടനെന്ന് നിഷ്പക്ഷം പറയാൻ പറ്റുന്ന ഒരു നടനാണ് ശ്രീ തിലകൻ സാർ എന്ന് പറയുന്നത്. കേരള സർക്കാരിന്റെ 11 സംസ്ഥാന അവാർഡുകൾ, നാഷണൽ അവാർഡ്, അതുപോലെ തന്നെ മറ്റു സർക്കാരുകളിൽ നിന്നുള്ള ഒരു നിരവധിയധികം അവാർഡുകൾ നേടിയിരിക്കുന്ന, മലയാളത്തിന്റെ തന്നെ അഭിമാനമായിട്ട് പറയാൻ പറ്റുന്ന, ഒരു കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ നടൻ എന്ന് പറയാൻ പറ്റുന്ന, നാടകത്തിലും സിനിമയിലും തിളങ്ങിയിരിക്കുന്ന തിലകൻ സാറിനെ പോലെയുള്ള നടന്മാർക്ക് സിനിമ നിഷേധിച്ചതും സിനിമയിൽ നിന്ന് ബാൻ ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പല വേദികളിലും കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നതായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്ന ഒരു നടനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടിയുടെ ഡേറ്റ് ചോദിച്ച് ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറോടെ ചെന്നാൽ ചോദിക്കും ആരൊക്കെയാ മറ്റുള്ളവർ. അത് തിലകൻ ചേട്ടൻ, എനിക്ക് ഡേറ്റ് ഇല്ല. വിലക്കാണോ? വിലക്കല്ല, അദ്ദേഹത്തിന് ഡേറ്റ് ഇല്ല. പക്ഷെ മമ്മൂട്ടിയെ കൊണ്ട് എടുക്കണമെന്ന് ഈ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും നിർബന്ധമുണ്ട്. അപ്പം പിന്നെന്താ മാർഗം? ചേട്ടനെ ഒഴിവാക്കുക. ഈ തിലകൻ സാറിനെ വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കുവച്ചിരുന്നു? അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഒരു പേരുണ്ട്, ഈ
കണ്ണാടി ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറി വയ്ക്കുന്ന ഒരാള്, പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കൂളിംഗ് ഗ്ലാസ്, പക്ഷെ എല്ലാവർക്കും അറിയാം ആരായി കൂളിംഗ് ഗ്ലാസ് മാറ്റി വെക്കുന്ന ആളെന്ന്. മമ്മൂട്ടിയാണോ? അല്ല, അതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം എപ്പോഴും പറയും ഈ കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന, കൂളിംഗ് ഗ്ലാസ് മാറ്റി വയ്ക്കുന്ന അദ്ദേഹം ഒരു സ്ഥിരം പ്രയോഗമായിരുന്നു. പക്ഷെ അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാ കേരളത്തിലെ മുഴുവൻ മലയാള പ്രേക്ഷകർക്കും അറിയാം അത് മമ്മൂട്ടിയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും തൊഴിൽ നിഷേധിക്കുന്ന ഒരു അവസ്ഥ, ഒരു സംഘടനയുടെ ബലത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ നടക്കുന്ന അതിക്രമങ്ങളാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനകത്ത് പറഞ്ഞേക്കുന്ന സെക്ഷൽ അബ്യൂസിന്റെ അപ്പുറത്തോട്ട് നിങ്ങളെല്ലാവരും കേട്ടേക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. രീതിയിലല്ലാതെ തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇത്തരം പവർ ഗ്രൂപ്പ് ഉണ്ടാവാം. അപ്പോൾ ഇപ്പം എനിക്കത് തോന്നുന്നു. അവരുടെ ഒരു ബാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ല ഇവർ മുൻകൂട്ടി തീരുമാനിച്ച് ഇത്ര ആൾക്കാർ ചേർന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ കുറേ കാലം സിനിമകളൊന്നും ഇല്ലാതെ പോയതൊക്കെ ഇപ്പോഴല്ല മനസ്സിലാവുന്നത്, കുറച്ച് നാളായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരാളെ മാനസികമായിട്ട് തറക്കുകയും അയാളുടെ തൊഴിൽ നിഷേധിക്കുകയും ചെയ്യുന്ന ഈ ഒരു രീതി ശരിയാണോ എന്നുള്ളൊരു കാര്യം നമ്മുടെ സർക്കാർ സംവിധാനം എല്ലാം അന്വേഷിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. കാരണം നമ്മുടെ സർക്കാരിന്റെ ഒരു എഫിഷ്യൻസി അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യമൊക്കെ വളരെ വേഗത്തിൽ തന്നെ തീർക്കാനായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ ഈ കമ്മീഷന്റെ പെറ്റീഷനെ വേണ്ടത്ര രീതിക്ക് ഒരു കേസുമായിട്ട് എടുത്തുകൊണ്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അതല്ലെങ്കിൽ നാളെ മറ്റൊരു ന്യൂസ് വരുന്ന സമയത്ത് ഈ ന്യൂസ് വീണ്ടും താഴ്ന്നു പോകുന്ന തരത്തിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ കേസ് പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ന്യൂസ് വരുന്ന സമയത്ത് മറ്റൊരു ന്യൂസ് അതില്ലാതായി പോകുന്നു. ആ ഒരു അവസ്ഥയിലോട്ടാണോ നമ്മളുടെ ഈ ഒരു ന്യൂസിനെയും പോകുന്നുള്ളൊരു കാര്യം ഒന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്, ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണെന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്.